എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-10-11. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന പദം സാഹിത്യത്തിൽ ആദ്യമായി പ്രയോഗിച്ചു തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. യഹോവയുടെ ദിവസം, ദൈവകോപത്തിൻ്റെയും ന്യായവിധിയുടെയും ദിനം, അങ്ങനെയൊക്കെ പ്രവചനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദിവസത്തിലേക്ക് യോഹന്നാൻ ആത്മാവിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പറയുന്നതിൻ്റെ സാരം. ആ ദിനത്തിൽ സംഭവിപ്പാനുള്ളതെല്ലാം യോഹന്നാൻ ദർശനത്തിലൂടെ വീക്ഷിക്കുകയാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ചില ആളുകൾ ഈ ഒരു അഭിപ്രായത്തോട് വിയോജിക്കുന്നുണ്ട്. കാരണം ഭാഷയുടെ ഒരു സ്വാഭാവിക അർത്ഥം കണക്കിലെടുക്കാതെയുള്ള വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നു. ക്രിസ്തു സഭ ശബത്ത് ആചരണം, അതായത് ശനിയാഴ്ചയുള്ള ശബത്ത് ആചരണം വിട്ട് ഞായറാഴ്ച ദിവസം കർത്തൃദിവസമായി ആചരിപ്പാൻ തുടങ്ങിയ കാര്യവും ഇതുമായി ഈ ഭേദഭാഗവുമായി ചേർത്ത് കണക്കിലെടുക്കുന്നുണ്ട്. ശബത്ത് ദൈവം വിശ്രമിച്ച ദിവസമാണ്. കർത്തൃദിവസം യേശു ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റ ദിവസമാണ്. ക്രിസ്തീയ ആരാധനയും ഉപദേശങ്ങളും അടങ്ങുന്ന ആദ്യത്തെ അംഗീകൃത ഗ്രന്ഥമായ ഡിഡാക്കെ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: കർത്തൃദിനത്തിൽ ഞങ്ങൾ കൂടി അപ്പം മുറിക്കുന്നു. അന്ത്യോക്യയിലെ ഇഗ്നാത്യോസിൻ്റെ ഒരു ലേഖനത്തിൽ ക്രിസ്ത്യാനികളായ നാം ഇനിയും ശബത്തിനായിട്ടല്ല കർത്തൃദിനത്തിനായിട്ടത്രേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർദീസിലെ മെറീറ്റോ കർത്തൃദിനത്തെപ്പറ്റി എന്ന തലക്കെട്ടിൽ ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അങ്ങനെ സഭയുടെ പ്രാരംഭകാലം മുതൽ ക്രിസ്ത്യാനികൾ ശബത്ത് വിട്ട് കർത്തൃദിന ആചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പല രേഖകളിലും വായിക്കുന്നു. ഈ തെളിവുകളെല്ലാം ഏഷ്യ മൈനറിൽ നിന്ന് ലഭിച്ച തെളിവുകളാണ്. അതുകൊണ്ട് അവിടെയാണ് ഈ ആചരണം ആരംഭിച്ചതെന്ന് നമുക്ക് പറയാം. പൗരസ്ത്യ രാജ്യങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ചക്രവർത്തിയുടെ ദിവസമായി ആചരിച്ചു പോന്നു. റോമ സാമ്രാജ്യത്തിലും അങ്ങനെ തന്നെ നിലവിലിരുന്ന ഈ സമ്പ്രദായം ആഴ്ചയിൽ ഒരു ദിവസം, അതായത് എല്ലാ ഞായറാഴ്ചയും കർത്തൃദിനമായി ആചരിപ്പാൻ ക്രിസ്ത്യാനികൾക്ക് പ്രേരണ നൽകിയിരുന്നിരിക്കാം. യോഹന്നാൻ ആത്മാവിലായി അഥവാ ആത്മവിവശനായി. ഈ ശൈലിയുടെ അർത്ഥം യോഹന്നാൻ സ്ഥലകാല ആദികൾക്ക് അതീതമായ ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഒരു ഹർഷോന്മാദം അദ്ദേഹത്തിനുണ്ടായി. വെളിപ്പാട് സാഹിത്യത്തിൽ ഈ അവകാശവാദം സാധാരണമാണ്. യെശയ്യാ പ്രവാചകൻ സഖറിയാവിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആത്മാവിൽ സംഭാഷിക്കുന്നത് ചുറ്റുമുള്ളവർ കേട്ടു. കേട്ട് നിൽക്കുമ്പോൾ തന്നെ നിശബ്ദതയിലാണ്ടു. സംസാരശേഷിയും ബാഹ്യദൃഷ്ടികളുടെ ദൃശ്യശക്തിയും
ശരീരബന്ധിയായ മനസ്സും പ്രവാചകനിൽ നിന്ന് എടുക്കപ്പെട്ടു. ഇതെല്ലാം യെശയ്യാവിൻ്റെ ആരോഹണമെന്ന് വെളിപ്പാട് സാഹിത്യകൃതിയിൽ നമ്മൾ കാണുന്നു. യെശയ്യാവിൻ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം. എങ്കിലും ഒരു ആത്മവിവശതയുടെ സമാധിയിൽ അതിമാനുഷികമായി ലഭിച്ച വചനത്തിൻ്റെ രേഖയാണ് വെളിപ്പാട് പുസ്തകം എന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല. കാരണം ദർശന സാരത്തെ ഒരു സാഹിത്യ കലാശില്പമായി പടുത്തുയർത്തുകയാണ് യോഹന്നാൻ ചെയ്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട് പല ഭാഗത്ത്. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു എന്ന് യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്നതും, കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതും, ഇത് ദാർശനിക യോഹന്നാൻ തന്നെ പറയുന്നത് രണ്ടും ഒരു സാമ്യമായ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ദർശനമാണ്. കാഹള ശബ്ദം പുതിയ നിയമ ഭാഷയിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ അത് 31-ാം വാക്യത്തിൽ വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യത്തിൽ വായിക്കുന്നു. ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുത്തപ്പോൾ ഇടിയും മിന്നലും മേഘ നിർഘോഷവും ഉച്ചത്തിൽ കാഹളധ്വനിയും മുഴങ്ങിയെന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നു. കാഹളത്തിൻ്റെ തുളച്ചു കയറുന്ന രൂക്ഷനാദം ആജ്ഞാശക്തിയും വ്യക്തതയും ഉള്ളത് ആയതുകൊണ്ട് ദൈവശബ്ദത്തെ അതിനോട് ഉപമിച്ചിരിക്കുന്നു. യോഹന്നാൻ ദർശനം എഴുതാനാണ് ഇവിടെ ലഭിക്കുന്ന നിർദ്ദേശം. ദൈവത്തിൻ്റെ ദാസൻ ഞാൻ ദർശിക്കുന്നതും ശ്രദ്ധിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അത് എത്ര വില കൊടുത്തും മറ്റുള്ളവർക്ക് നൽകണം എന്ന ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് വരുന്നു. ദർശനത്തിനു വേണ്ടി സമൂഹത്തിൽ നിന്ന് വിരമിച്ച് ധ്യാനനിഷ്ഠയിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം. എങ്കിലും സമൂഹത്തിലേക്ക് തിരികെ ചെന്ന് ലഭിച്ച ദർശനത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് യോഹന്നാൻ തൻ്റെ കൃതിയിലൂടെ നിർവഹിക്കുന്നത്. പത്മോസ് ദ്വീപ് പോലും ഈ ആത്മാനുഭൂതിക്കോ പ്രവാചക ശുശ്രൂഷയ്ക്കോ വിഘാതം ആകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ഓർമ്മിപ്പിക്കുന്നു, യോഹന്നാൻ്റെ ദർശനങ്ങൾ ആരംഭിക്കുന്നത് പത്മോസിൻ്റെ അനുഭവത്തിലാണ്. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. സംസാരിച്ച നാദം കേൾക്കാൻ അല്ലെങ്കിൽ കാണുവാൻ ഞാൻ തിരിഞ്ഞു എന്ന് യോഹന്നാൻ പറയുന്നു. നാദം കാണുകയല്ല, കേൾക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാൻ നാദത്തെയും വക്താവിനെയും ഒന്നായിട്ടാണ് കരുതുന്നത്. എന്നോട് സംസാരിച്ചത് ആരാണ് എന്നറിയാൻ ഞാൻ നോക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പത്മോസ് എന്ന ദ്വീപിനെ ആത്മവിവശതയുടെ, ദർശനങ്ങളുടെ, ഒരുതരം ആത്മീയ ഹർഷാനുഭവത്തിൻ്റെ ഇടമാക്കി ദൈവം തമ്പുരാൻ മാറ്റുകയാണ്. തിക്തമായ അനുഭവങ്ങളെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ, പരുപരുത്ത അനുഭവങ്ങളെ ദൈവം തമ്പുരാൻ നമുക്ക് ഒരു മെത്ത പോലെ, പൂമെത്ത പോലെ ആക്കി തരുന്ന അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കലും വീണു പോകാതിരിക്കാൻ, എല്ലാം അവസാനിച്ചു എന്ന് കരുതാതിരിക്കാൻ യോഹന്നാൻ്റെ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ കണ്ട ദർശനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ
ആ ദർശന അനുഭവം നമ്മളോട് പറയുന്ന സന്ദേശങ്ങൾ നിരവധിയാണ്. കാലികമായ നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ യോഹന്നാന് ലഭിച്ച ദർശനം നമുക്ക് കൂടുതൽ ഉണർവും ഉത്തേജനവും നൽകുന്നവയാണ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അടിയങ്ങളെ കാത്ത് സൂക്ഷിച്ച് പ്രഭാതത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത സാന്നിധ്യം പകരണമേ. വീണുപോകാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. തളർന്നു പോകാതെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതം ഞങ്ങൾ ആരംഭിക്കുന്നു. അവിടെ ഞങ്ങളെ കരുതണമേ. ആവശ്യങ്ങളുടെ മുൻപാകെ വാതിലുകളെ ഒരുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം എല്ലാ പ്രിയ മക്കൾക്കും ദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും നമ്മെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.